EMS യഥാർത്ഥത്തിൽ പൂണൂല് പൊട്ടിച്ചെറിയുകയല്ല, അദ്ദേഹം വിഴുങ്ങുകയാണ് ചെയ്തതെന്ന് സാധാരണ പറയാറുണ്ട്. ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയിലാണ് യഥാർത്ഥത്തിൽ ഈ സഖാക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കുന്നത്. വിശ്വസിക്കുന്ന ദർശനമൊന്ന്, ജീവിക്കുന്ന ജീവിതം വേറൊന്നെന്ന നിലയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ നവോത്ഥാന പോരാട്ടങ്ങളെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു റോളാണ്, ഒരു പങ്കാണ് ഈ യഥാർത്ഥത്തിൽ EMSൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറി എന്നതാണ് യാഥാർത്ഥ്യം. നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അംബേദ്കറിസ്റ്റും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ മുരളി തോന്നയ്ക്കലാണ്. നമസ്കാരം സാറ്. നമസ്കാരം സാർ. ആധുനിക ജനാധിപത്യ കേരളം ശങ്കരന്മാരുടെ സൃഷ്ടിയല്ല എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു വിശദീകരണം തരാമോ? ആധുനിക കേരളത്തിൻ്റെ ശില്പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയുന്ന രണ്ട് പേരുകൾ നാരായണ ഗുരുദേവൻ്റെയും അതുപോലെ മഹാത്മാ അയ്യങ്കാളിയുടെയാണ്. നാരായണ ഗുരു തന്നെ ഒരിക്കൽ പറഞ്ഞ വാക്യമാണ് എനിക്കിതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളത്. അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. അദ്ദേഹം ഒരിക്കലും എനിക്ക് സന്യാസം തന്നത് ശ്രീശങ്കരനെന്നോ അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികളാണെന്നോ പറഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വാക്യത്തിൽ എല്ലാം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാമൻ്റെ കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ എനിക്ക് ശംഭുവിൻ്റെ ഗതി വരുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആധുനിക കേരളത്തിൽ നമുക്ക് വിദ്യാഭ്യാസം ചെയ്യാനും അതുപോലെ തന്നെ സാധാരണ ജനാധിപത്യ പൗരന്മാരുടെ അവകാശങ്ങളൊക്കെ ലഭിച്ചതും യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിക്ക് എതിരായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ്. ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാവർക്കും നീതി കിട്ടാൻ പാടില്ല എന്ന ആശയധാരയാണ് നമ്മൾ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത്, ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ബ്രാഹ്മണിസത്തെ തച്ചുടയ്ക്കുകയും പകരം എല്ലാവർക്കും നീതി ലഭിക്കുന്ന ഒരു ജനാധിപത്യ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതി സൃഷ്ടിച്ചെടുക്കുന്നതിൽ നമ്മുടെ നവോത്ഥാന നായകരായിട്ടുള്ള മഹാത്മാ അയ്യങ്കാളിയും അതുപോലെ തന്നെ നാരായണ ഗുരുദേവനും അതുപോലെ സഹോദരൻ അയ്യപ്പനും തുടങ്ങി അസംഖ്യം സാമൂഹിക നവോത്ഥാന നായകരുടെ റോള് വളരെ സ്പഷ്ടമാണ്. ആ നിലയിലാണ് നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഏത് ഒന്നാം ശങ്കരനായിട്ടുള്ള ആദിശങ്കരനോ അല്ലെങ്കിൽ രണ്ടാം ശങ്കരനായിട്ട് ഉള്ള നമ്മുടെ ശങ്കരൻ നമ്പൂതിരിപ്പാടോ അല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ സംബന്ധിച്ച്, EMSനെ സംബന്ധിച്ച് വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാറുണ്ട്. അതായത് EMS യഥാർത്ഥത്തിൽ പൂണൂല് പൊട്ടിച്ചെറിയുകയല്ല, അദ്ദേഹം വിഴുങ്ങുകയാണ് ചെയ്തതെന്ന് സാധാരണ പറയാറുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയിലാണ് യഥാർത്ഥത്തിൽ ഈ സഖാക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കുന്നത്. അതായത് നമ്മൾ അപ്രത്യക്ഷമായിട്ടും അപ്രച്ഛന്നമായിട്ടും അവർ രണ്ട് വേഷത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ വിശ്വസിക്കുന്ന ദർശനമൊന്ന്, ജീവിക്കുന്ന ജീവിതം വേറൊന്നെന്ന നിലയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പിന്നെ കേരളത്തിൻ്റെ കോൺടെക്സ്റ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ നവോത്ഥാന നായകരാണ്. അപ്പോൾ വിദ്യാഭ്യാസമാണ് യഥാർത്ഥത്തിൽ ആധുനിക കേരളം സൃഷ്ടിച്ചതെന്ന് പറയുന്നതാണ് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രസ്താവന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരു വർഷം നീണ്ടുനിന്ന കാർഷിക സമരം നടത്തുന്നത് മഹാത്മാ അയ്യങ്കാളിയാണ് ഈ വിദ്യാഭ്യാസ അവകാശം നേടിയെടുക്കുന്നതിനാണ്. അപ്പം സാർവത്രികമായിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടി തുടങ്ങിയതിലൂടെയാണ് കേരളം, ആധുനിക കേരളം അതിൻ്റെ യാത്ര തുടങ്ങിയതെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 1888 അരുവിപ്പുറത്ത് നാരായണ ഗുരു പ്രതിഷ്ഠ നടത്തുന്നതോടുകൂടിയാണ് ആധുനിക കേരളം ചലിച്ചു തുടങ്ങുന്നതെന്ന് പറയുമ്പോഴും ഈ നാരായണ ഗുരുവിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠാ കർമ്മങ്ങളൊക്കെ നടത്തി ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലായിട്ട് വിദ്യാലയങ്ങളാണ് വേണ്ടതെന്നും ഇത് അമ്പലങ്ങളല്ല എന്നും വിദ്യാലയങ്ങളും വ്യവസായശാലകളുമാണ് വേണ്ടതെന്നും നാരായണ ഗുരു പറയുകയുണ്ടായി. അപ്പോൾ ഈ നിലയിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബ്രാഹ്മണിക്കൽ ആശയധാരയ്ക്ക് എതിരായിട്ട് നവോത്ഥാന നായകർ നടത്തിയ പോരാട്ടങ്ങളാണ്
ആധുനിക കേരളത്തെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒരു ജനാധിപത്യ പൗരനെ സംബന്ധിച്ച് അവൻ്റെ ജനാധിപത്യ അവകാശമാണ് യഥാർത്ഥത്തിൽ ഭൂമിക്ക് മേലുള്ള അവകാശവും, അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ തൊഴിലെടുക്കാനുള്ള അവകാശം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇതൊക്കെ ജനാധിപത്യ അവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ സാധ്യമാക്കിയതിൻ്റെ പിന്നിൽ നവോത്ഥാന പോരാട്ടങ്ങളുണ്ട്. ഈ നവോത്ഥാന പോരാട്ടങ്ങളെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു റോളാണ്, ഒരു പങ്കാണ് ഈ യഥാർത്ഥത്തിൽ EMSൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറി എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് EMS ഈ പൂണൂല് പൊട്ടിച്ചെറിയുകയല്ല, നേരെ മറിച്ച് വിഴുങ്ങുകയായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതാണ്. അതുപോലെ തന്നെ EMSനെ തുടർന്ന് ഭരിച്ചവരുടെ നേതൃത്വത്തിലാണല്ലോ ഇവിടുത്തെ ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കപ്പെട്ടത്. ഈ ഭൂപരിഷ്കരണ നിയമം പോലും ഒന്നാം തരം തട്ടിപ്പായിരുന്നു. അതായത് ഭൂപരിഷ്കരണ നിയമം സദുദ്ദേശപരമായിരുന്നെങ്കിൽ തന്നെയും അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് വളരെയധികം വെള്ളം ചേർത്തുകൊണ്ടാണ്. അപ്പം ഭൂപരിഷ്കരണ നിയമം യഥാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യം നേടിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അതായത് ഭൂപരിഷ്കരണത്തിലൂടെ യഥാർത്ഥ കർഷകർക്ക് ഭൂമി ലഭിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് വ്യാപകമായിട്ട് റീസർവേ നടക്കുമെന്നും റീസർവേ കഴിയുമ്പോഴത്തേക്ക് ധാരാളമായിട്ട് മിച്ചഭൂമി ഉണ്ടാകുമെന്നും ആ മിച്ചഭൂമി പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും അതേപോലെ തന്നെ ഭൂരഹിതർക്കും വിതരണം ചെയ്യും എന്നുള്ളതായിരുന്നു ഈ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ കാതലായ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇന്നത്തെ കോൺടെക്സ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ, അതായത് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിച്ച് കഴിഞ്ഞു. ഒരു 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിച്ച് കഴിയുമ്പോഴും ഇപ്പോഴും ഏതാണ്ട് 2 ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്ക് ഭൂമിയും വീടുമില്ലാത്തൊരവസ്ഥയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇത് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് സമ്പൂർണ്ണ പരാജയമായിരുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരെ ആവേശത്തോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ പരിഷ്കരണമാണ്. വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. അതായത് എയ്ഡഡ് മേഖലയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കച്ചവടക്കാരുടെയും കൊള്ളകൾക്ക് അല്ലെങ്കിൽ അവരുടെ വ്യവസായ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ഇന്ന് വിദ്യാഭ്യാസ മേഖല സമ്പൂർണ്ണമായിട്ടും അടിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവർ ആവേശം കൊള്ളുന്ന അല്ലെങ്കിൽ ഊറ്റം കൊള്ളുന്ന അല്ലെങ്കിൽ EMSൻ്റെയൊക്കെ പേരിൽ ഇവർ ആവേശത്തോടെ പറയുന്ന പല പരിഷ്കാരങ്ങളും യഥാർത്ഥത്തിൽ ഈ ഭൂരിപക്ഷ സമൂഹങ്ങളെ, വിശേഷിച്ചും പാർശ്വവൽക്കൃത വിഭാഗങ്ങളെ പുറന്തള്ളുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ആധുനിക ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ ഭരണത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഭരണ നടപടികളൊക്കെ തന്നെ ഒരിക്കലും ദളിതരെ ഉൾക്കൊള്ളുന്നതായിരുന്നില്ല, ദളിത് ആദിവാസികളെ ഉൾക്കൊള്ളുന്നതായിരുന്നില്ല. അത് വിദ്യാഭ്യാസത്തിലാകട്ടെ, തൊഴിലിലാകട്ടെ, ഭൂമിയുടെ കാര്യത്തിലാകട്ടെ, ഏത് മേഖല നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും വികസനത്തിൻ്റെ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നെന്ന് നമ്മൾ പറയുമ്പോഴും വ്യക്തമായിട്ട് SC/ST വിഭാഗങ്ങളെ പുറന്തള്ളുന്ന ഒരു വികസന പരിപ്രേക്ഷ്യവും വികസന സങ്കല്പവുമാണ് ഈ ഇടതു വലതു മുന്നണികൾ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും ഇന്ന് കേരളം പല മേഖലയിലും മറ്റിതര സ്റ്റേറ്റുകൾക്ക് മുന്നിൽ നിൽക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണമായിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു മുന്നേറ്റത്തിന്, ഈ ഒരു പുരോഗതിക്ക്, ഈ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികമായ ഈ ഒരു വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് അതൊരു കുറേയേറെ മതേതരവും കുറേയേറെ ജാതി വിരുദ്ധവുമായിട്ടാണ് കേരളം നിലകൊള്ളുന്നത്. അങ്ങനെ ഒരു പരിഷ്കൃത ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയ്ക്ക് കേരളത്തെ പരിവർത്തിപ്പിക്കുന്നതിൽ ഈ നവോത്ഥാന നായകരുടെ പങ്ക് വളരെ വലുതാണ്. അവിടെ ആർക്ക് പങ്കില്ല? ആദിശങ്കരനോ അല്ലെങ്കിൽ ആധുനിക കാലത്തെ ശങ്കരൻ നമ്പൂതിരിപ്പാടിനോ റോളില്ല എന്നതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അങ്ങനെ സൂചിപ്പിക്കുന്നത്. അതായത് ആധുനിക കേരളത്തെ സൃഷ്ടിച്ചത് ശങ്കരന്മാരല്ല, നേരെമറിച്ച് നാരായണ ഗുരുവിനെയും അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനെയും മഹാത്മാ അയ്യങ്കാളിയും പോലുള്ള അസംഖ്യം നവോത്ഥാന നായകരിലൂടെയാണ് ഇന്നീ കാണുന്ന കേരളമായത്. അല്ലെങ്കിൽ മനുഷ്യരായിട്ട് ഇവിടെ ജനാധിപത്യ അവകാശങ്ങൾ അനുഭവിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ആണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ഇടതു മുന്നണികൾക്കോ വലതു മുന്നണികൾക്കോ ഇതിൽ വലിയ റോളൊന്നുമില്ല, അധിക റോളൊന്നും അവർ വഹിച്ചിട്ടില്ല. ഈ നവോത്ഥാന നായകരുടെ പ്രവർത്തനങ്ങളുടെ, അവരുടെ നേട്ടങ്ങളുടെ, അവരുടെ സംഭാവനകളുടെ ഒരു തുടർച്ചയാണ്
ഉണ്ടായിട്ടുള്ളത്. ആ നവോത്ഥാന പോരാട്ടങ്ങളെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു റോളാണ് യഥാർത്ഥത്തിൽ EMSൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും അതുപോലെ തന്നെ ഇടതു വലതും മൊത്തത്തിൽ പറഞ്ഞാൽ ഇടതു വലതും മുന്നണികളുടെ ഭരണ നടപടികളിലോ നയസമീപനങ്ങളിലോ കാതലായ ശ്രദ്ധേയമായ ഒരു വ്യത്യാസവും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്കറിയാം. ഇത് ഭൂമി നൽകുന്ന കാര്യത്തിൽ, അതുപോലെ എയ്ഡഡ് മേഖല സംവരണം നൽകുന്ന കാര്യത്തിൽ, അതേപോലെ ജാതി സെൻസസിൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ സമാനമായ നിലപാടുകളാണ് മുന്നണികൾ ഒന്നാകെ സ്വീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. എല്ലാ നിലയിലും ഈ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള, ഭരണഘടനയെ അട്ടിമറിക്കുന്ന നയസമീപനങ്ങളാണ് ഈ മുന്നണികളും ഇക്കാലമത്രയും ജനാധിപത്യ ഭരണ എന്ന നിലയിൽ ഇവിടെ നടപ്പിലാക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിലാണ് ഞാൻ ശങ്കരന്മാരിലൂടെയല്ല നവോത്ഥാന നായകരിലൂടെയാണ് കേരളം മാറിയെന്ന് സൂചിപ്പിച്ചത്.